കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ച ഒരു പ്രണയകഥയാണ് ആദില നസ്രിന്റെയും നൂർ ഫാത്തിമയുടെയും. ഈ വീഡിയോ കാണുമ്പോൾ വെറുമൊരു സൗഹൃദത്തിനപ്പുറം ആത്മാവുകൊണ്ട് ആഴത്തിൽ വേരൂന്നിയ ഒരു ബന്ധത്തിന്റെ ഊഷ്മളത നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രണയം എന്നത് ലിംഗഭേദങ്ങൾക്കപ്പുറം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസികമായ ഐക്യമാണെന്ന് ഇവർ ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിലെ ഓരോ ചെറിയ ചലനങ്ങളിലും ആ കരുതൽ സ്പഷ്ടമാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പരസ്പരം നൽകുന്ന അൺകണ്ടീഷണൽ സപ്പോർട്ട് അഥവാ നിരുപാധികമായ പിന്തുണയാണ്. ഒരാൾക്ക് ശാരീരികമായോ മാനസികമായോ ഒരു തളർച്ച അനുഭവപ്പെടുമ്പോൾ മറ്റൊരാൾ അവിടെ ഒരു തണൽമരം പോലെ കൂടെയുണ്ട്. നൂറയ്ക്ക് അസുഖമോ ക്ഷീണമോ തോന്നുമ്പോൾ ആദില കാണിക്കുന്ന പരിഭ്രമവും പരിചരണവും കേവലം അഭിനയമല്ല, മറിച്ച് വർഷങ്ങളോളം പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിട്ടപ്പോൾ ഉണ്ടായ ആത്മബന്ധത്തിന്റെ പ്രതിഫലനമാണ്. മരുന്ന് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും നിർബന്ധിക്കുന്ന ആദിലയുടെ വാക്കുകളിൽ ഒരു പങ്കാളിയുടെ അധികാരത്തേക്കാൾ ഉപരിയായി പ്രിയപ്പെട്ടവൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന വലിയൊരു ആഗ്രഹമാണ് നിഴലിക്കുന്നത്. ഇവരുടെ പ്രണയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് പോരാടി നേടിയതാണ്. വീട്ടുകാരുടെ എതിർപ്പുകളെയും നിയമപരമായ തടസ്സങ്ങളെയും മറികടന്ന് കോടതിയുടെ സഹായത്തോടെ ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയവരാണിവർ. ആ പോരാട്ടത്തിന്റെ കടുപ്പം ഈ വീഡിയോയിലെ അവരുടെ സ്നേഹത്തിന് കൂടുതൽ ആഴം നൽകുന്നു. ലോകം മുഴുവൻ തങ്ങൾക്കെതിരെ നിന്നപ്പോഴും നമുക്ക് പരസ്പരമുണ്ടല്ലോ എന്ന ഉറച്ച വിശ്വാസമാണ് ഇവരെ ഇത്രത്തോളം എത്തിച്ചത്. വീഡിയോയിൽ അവർ കൈകൾ കോർത്തുപിടിക്കുമ്പോൾ ആ വിരലുകൾക്കിടയിൽ കോർക്കപ്പെട്ടിരിക്കുന്നത് വെറും വിരലുകളല്ല, മറിച്ച് തകരില്ലെന്ന് ഉറച്ച തീരുമാനങ്ങളാണ്. സംഭാഷണങ്ങളിൽ അവർ പുലർത്തുന്ന ലാളിത്യവും സത്യസന്ധതയും ശ്രദ്ധേയമാണ്. വലിയ ഗൗരവകരമായ കാര്യങ്ങൾക്കിടയിലും ഇടയ്ക്കിടെ കടന്നുവരുന്ന തമാശകളും ചിരിയും അവരുടെ ബന്ധത്തിന്റെ ഊർജ്ജമാണ്. എത്ര വലിയ പ്രശ്നമുണ്ടായാലും തങ്ങളുടെ ലോകം സുരക്ഷിതമാണെന്ന ബോധം അവരിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവർ അരികിലുണ്ടെന്ന ബോധം നൽകുന്ന ആശ്വാസം അവരുടെ മുഖത്തെ തെളിച്ചത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേയാൾ നൽകുന്ന ശ്രദ്ധയും കണ്ണുകളിലെ തിളക്കവും ആദരവോടെയുള്ള പെരുമാറ്റവും ഒരു ഉത്തമ പങ്കാളി എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ്. കൂടാതെ തങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് ഐഡന്റിറ്റി തികഞ്ഞ ബോധ്യമുള്ളവരാണിവർ. സമൂഹത്തിന്റെ മുൻവിധികളെയും കളിയാക്കലുകളെയും ഭയക്കാതെ സ്നേഹത്തിന്റെ കരുത്തിൽ അഭിമാനത്തോടെ മുന്നോട്ടു പോകുന്നു. വീഡിയോയിലെ അവരുടെ ശരീരഭാഷയിൽ ബോഡി ലാംഗ്വേജ് പോലും ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരാൾക്ക് ആത്മവിശ്വാസം കുറയുമ്പോൾ മറ്റേയാൾ അത് പകർന്നു നൽകുന്ന രീതിയും പരസ്പരം പ്രശംസിക്കുന്നതും നോക്കുമ്പോൾ ഇവരുടെ ബന്ധം എത്രത്തോളം ആരോഗ്യകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ആദിലയുടെയും നൂറയുടെയും ഈ വീഡിയോ കേവലം രണ്ട് വ്യക്തികളുടെ സംഭാഷണമല്ല, മറിച്ച് അത് സ്നേഹം, സഹാനുഭൂതി, പരസ്പര ബഹുമാനം, അതിജീവനം എന്നിവയുടെ ആകത്തുകയാണ്. പ്രണയിക്കുക എന്നാൽ തളരുമ്പോൾ താങ്ങാവുക എന്നും ലോകം മുഴുവൻ എതിർത്താലും പ്രിയപ്പെട്ടവരുടെ കരം മുറുകെ പിടിക്കുക എന്നും ഇവർ നമുക്ക് കാണിച്ചു തരുന്നു. ഈ വീഡിയോ അവസാനിക്കുമ്പോഴും ആ കരുതലിൽ പൊതിഞ്ഞ പ്രണയം പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വലിയ മനോഹരമായ അനുഭവമായി അവശേഷിക്കുന്നു.